ഇന്ന് ഉച്ചയൂണിന് ഒരു തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം ചേന ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി, നല്ലൊരു പിടി ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് നെടുകെ കീറിയിട്ടിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം, അത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു മുറി തേങ്ങ ചിരവി വെച്ചതിലേക്ക് 2 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞതും ഒരു 2 കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ എണ്ണയിലേക്ക് ഉലുവ പൊട്ടുമ്പോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ച ഉടനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും. ഇളക്കി കൊടുത്തിട്ടൊന്ന് ചൂടാറിയ ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒട്ടും വെള്ളം തൊടാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് കറക്കിയെടുക്കുമ്പോൾ തന്നെ ഈ തേങ്ങയിൽ നിന്ന് എണ്ണ ഊറി വരും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് ഒരു 2 വട്ടം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ചേന വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ പുളിവെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഈ തക്കാളി വെന്തിട്ട് പുളിയൊക്കെ ഇതിൽ പിടിക്കുന്നത് വരെ ഒന്നുകൂടെ വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് തീയൽ. അപ്പോൾ ഇത് കഴിക്കണേക്കാൾ കൂടുതൽ ഇത് ഉണ്ടാക്കുമ്പോഴുള്ള മണം ഞാൻ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഈ തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിക്കുമ്പോഴൊക്കെ ഇല്ലേ, വീട് മൊത്തം നമുക്കൊരു സമൃദ്ധമായിട്ടൊരു മണം പരക്കും. അപ്പോൾ നമുക്ക് ഈ തീയൽ മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാൻ പറ്റും. ഏത് പച്ചക്കറി കൊണ്ടുള്ള തീയലായാലും ശരി, എനിക്ക് വളരെ ഇഷ്ടമാണ്. ഒരു തീയൽ മാത്രം കൂട്ടി ചോറുണ്ണുമ്പോൾ ഒരു സദ്യ ഉണ്ട പ്രതീതിയാണ്. കറിയിലേക്ക് അരപ്പൊക്കെ ഒഴിച്ച് നന്നായി തിളച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1/2 സ്പൂൺ കടുകും ഒരു 2-3 ഉണക്കമുളക് പൊട്ടിച്ചതും ഒരു തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട ചേനത്തീയൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.